ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മണി സ്വിച്ച് വേർഡാണ്. നമുക്ക് പണം ലഭിക്കാനും അതുപോലെ തന്നെ ലോട്ടറി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ 5 മണി മുതൽ 6 മണി വരെയും വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ക്ലാസ് ഓൺലൈൻ സൂം വഴിയാണ്. അതിനകത്ത് മെഡിറ്റേഷനും അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഫോർഗീവ്നെസ് പ്രാക്ടീസ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രാക്ടീസുകളുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. പണം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ പണം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് സ്വിച്ച് വേർഡുകൾ പണത്തിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. എനിക്ക് ഈ സ്വിച്ച് വേർഡ് പറഞ്ഞു തന്ന ആളെ കൂടെ നിങ്ങൾ പരിചയപ്പെടണം. എൻ്റെ സ്റ്റുഡൻ്റാണ്. എൻ്റെ സ്റ്റുഡൻ്റായ ഷർമിളേച്ചിയുടെ കയ്യിൽ നിന്ന് ഷർമിളേച്ചിയാണ് എനിക്ക് ഈ ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് ചേച്ചി ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഒരുപാട് 1 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ലോട്ടറി മാനിഫെസ്റ്റേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നൊരു സ്വിച്ച് വേർഡാണ്. ഞാനത് ക്ലാസ്സിനിരിക്കുമ്പോൾ വെറുതെ പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞു, പക്ഷെ ഞാൻ അതിനിടയിൽ അത് എഴുതിയെടുത്തു. അന്ന് തന്നെ ഞാൻ 1-to-1 സെഷനിൽ വന്നപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് എഴുതിയെടുത്തിട്ട് ഞാൻ അന്ന് ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കുറേ തവണ അത് ഒന്ന് എഴുതി നോക്കി. ഒരുപാട് തവണയല്ല, വളരെ കുറച്ച് പ്രാവശ്യം. വളരെ ഫീലിങ്ങോടുകൂടി എനിക്ക് ഇത് സക്സസ് ആകുമോ എന്നറിയണമല്ലോ. പണം എല്ലാവർക്കും ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാനത് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നിടത്ത് നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നല്ല തുക കിട്ടി, പണമായിട്ട് തന്നെ കിട്ടി. അതിനുശേഷം വീണ്ടും പലതവണ ഞാനിത് ഉപയോഗിച്ച് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടി. ഇപ്പോൾ ഞാൻ എന്നും എൻ്റെ മണി അഫർമേഷൻ, ഡെയിലി പറയുന്ന മണി അഫർമേഷനിൽ ഞാൻ എന്നും ഉൾപ്പെടുത്തുന്ന ഒരു സ്വിച്ച് വേർഡ് കൂടിയാണിത്. മറ്റ് സ്വിച്ച് വേർഡുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം. പക്ഷേ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡുകൾ. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഇതിനോടൊപ്പം വളരെ പവർഫുള്ളായിട്ടുള്ള 2 ഏഞ്ചൽ നമ്പേഴ്സും പറഞ്ഞു തരാം. ഒപ്പം മറ്റൊരു സ്വിച്ച് വേർഡും കൂടി ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്വിച്ച് വേർഡിലേക്ക് വരാം. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീഡ് ചെയ്യുന്ന വാക്കുകളാണ്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന വേർഡുകളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ നല്ലോണം സഹായിക്കും. ഇപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിത് പറയുമ്പോൾ നോർമലി അഫർമേഷൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. എന്നാൽ അഫർമേഷൻ പറയരുത് എന്നല്ല, സ്വിച്ച് വേർഡ്സും അതുപോലെ ഉപയോഗിക്കുക. നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പലതവണ ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് ഡെയിലി ആ ഒരു അഫർമേഷൻ, ആ ഒരു സ്വിച്ച് വേർഡ് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി മണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വിച്ച് വേർഡ്സോ അഫർമേഷനോ സ്ക്രിപ്റ്റിങ്ങോ എന്ത് തന്നെ ചെയ്യുന്നതിന് മുൻപും ആ പണത്തെക്കുറിച്ച് നിലവിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണെന്ന് നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഒരു 2 സെക്കൻഡ് ഒരു 2 മിനിറ്റ് ഇങ്ങനെ സമാധാനമായിട്ടൊന്നിരിക്കുക. അതിനുശേഷം ആലോചിക്കുക, ഇപ്പോൾ നിലവിലെ കണ്ടീഷൻ പണത്തിന് നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞൊരു ചിന്തയാണെങ്കിൽ നിങ്ങൾ ചിന്തയിലൂടെ ആ ഫ്രീക്വൻസിയെ മേളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് പണമുണ്ടെന്നും പണം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾ നേടിയെടുക്കുന്ന സൗഭാഗ്യങ്ങളെയൊക്കെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഫീൽ ചെയ്യുക. നിങ്ങൾ ആ ഒരു പണമില്ല എന്നൊരു ഒരു ചിന്തയിൽ നിന്നും പണമുള്ള ഒരാളായിട്ട് നിങ്ങളിങ്ങനെ സന്തോഷകരമായിട്ട് നിങ്ങൾ പണം ലഭിക്കുമ്പോൾ നേടിയെടുക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ സ്വന്തമാക്കി എന്നൊരു ഫീലിങ്ങോടുകൂടി നിങ്ങളുടെ ഫ്രീക്വൻസി സന്തോഷമായിട്ട് മാറിയതിന് ശേഷം നിങ്ങൾ ഈ പ്രാക്ടീസുകൾ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട്. ഇപ്പം നമ്മൾ പണമെന്ന് പറയുമ്പോൾ നമ്മുടെ വാലറ്റ്, നമ്മുടെ പേഴ്സിൽ നിറയെ പണം ഇരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നല്ല എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നതായിട്ട് കാണാം.
ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് സന്തോഷത്തോടു കൂടി പൈസ കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ കൊണ്ട് തരാനുണ്ടെങ്കിൽ അവർ സന്തോഷമായിട്ട് കൊണ്ട് തരുന്നതായിട്ടോ ഒക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കൊടുക്കുന്നത് അധികം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് കൂടുതൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രീക്വൻസിയെ ഹൈ ആക്കും. പിന്നെ ദാനം കൊടുക്കുന്നത് കാണാം കണ്ണിൽ, അത് നമുക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുന്നത്. അതും നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോയപ്പോൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ദാനം കൊടുക്കണം, അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഹൈ ആകും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉള്ള പണത്തിന് നന്ദി നിങ്ങൾ മനസ്സുകൊണ്ട് പറയും. പണമില്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പണം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ചുറ്റും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാ സാധനങ്ങളും നിങ്ങൾ പണം ഉപയോഗിച്ച് വാങ്ങിയതാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. എന്നെ നിങ്ങൾ കാണുന്ന ഈ മൊബൈൽ, അതും പണം ഉപയോഗിച്ചിട്ടല്ലേ വാങ്ങുന്നത്, അതിന് റീചാർജ് ചെയ്യുന്നത് പണമല്ലേ. അപ്പോൾ അത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും പണം കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പണത്തിന് നിങ്ങൾ ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കുന്ന ഏറ്റവും നല്ലൊരു വേർഡാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫ്രീക്വൻസി ഒന്ന് ഹൈ ആക്കിയതിന് ശേഷം നിങ്ങൾ സ്വിച്ച് വേർഡോ അഫർമേഷനോ പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. കാരണം ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ വേണം. റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ എന്തുകൊണ്ട് കിട്ടിയില്ല അങ്ങനെ പറയരുത്, അത് നെഗറ്റീവായിപ്പോൾ മൈൻഡ്. അങ്ങനെ ചിന്തിക്കാതെ കിട്ടുന്നത് വരെ ക്ഷമയോടുകൂടി പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. വീണ്ടും നമുക്ക് ആവശ്യാനുസരണം പ്രാക്ടീസ് ചെയ്യാമല്ലോ. അപ്പോൾ ക്ഷമ വേണം, വിശ്വാസം വേണം, നമ്മളുടെ പ്രാർത്ഥനയിൽ വിശ്വാസം വേണം, ഈശ്വരനിൽ വിശ്വാസം വേണം, റിസൾട്ട് കിട്ടുമെന്നൊരു വിശ്വാസം വേണം. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു മൈൻഡ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് പറഞ്ഞു നോക്കുക. ഇനി ഈ സ്വിച്ച് വേർഡ് പറയണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര തവണയെന്നുള്ളത് അതൊരു കാര്യമാക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു, എപ്പോഴൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നു, അപ്പോഴൊക്കെ ഈ നല്ലൊരു ഫ്രീക്വൻസി മനസ്സിൽ കൊണ്ടുവന്ന ശേഷം ഇത് പറയുക. അതുപോലെ എത്ര തവണ എഴുതും? ഞാൻ 51 തവണ എഴുതി. എൻ്റെ സ്റ്റുഡൻസിനും അവരോടും പറഞ്ഞു 51 തവണ എഴുതാൻ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ഇന്നും എനിക്ക് സക്സസ് സ്റ്റോറി വന്നിരുന്നു. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡാണ്. ഇന്നും റിസൾട്ട് കിട്ടിയെന്ന് സക്സസ് സ്റ്റോറി വന്നിരുന്നു. അപ്പോൾ ഇത് കാണുന്നവരിൽ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ആയിട്ട് അയക്കാം. ഇനി കാണുന്ന നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അനുഭവം വന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഈശ്വരൻ നൽകും. തീർച്ചയായിട്ടും പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്തത് 51 ടൈംസ് ആണ് എഴുതുന്നത്. നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തന്ന ചേച്ചിക്ക്, അതായത് എൻ്റെ സ്റ്റുഡൻറ്റ് ചേച്ചി പ്രാക്ടീസ് ചെയ്ത് 108 ടൈംസ് ആണ്. അപ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ആ ഒരു ആത്മാർത്ഥതയനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്വിച്ച് വേർഡ് നോക്കാം. സ്പീഡ് വൂൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520. സ്പീഡ് വൂൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520. ഇങ്ങനെ തന്നെ പറയുക കേട്ടോ. സ്പീഡ് വൂൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520. ലോട്ടറി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് വളരെ പവർഫുൾ. നിങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ ലോട്ടറി എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ എഴുതി വെച്ചോളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ സ്പീഡ് വൂൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520 എന്ന് കുറേ തവണ എഴുതുക. അതിനുശേഷം സന്തോഷത്തോടു കൂടി പോയി അന്ന് ദിവസം ഒരു ലോട്ടറി എടുത്തിട്ട് വീണ്ടും എടുത്ത അതിൻ്റെ ഫലം അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം വരുന്നത് വരെയും നിങ്ങളൊന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വളരെ 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 പവർഫുള്ളാണ്. എനിക്ക് ഒരുപാട് തവണ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡെയിലി എൻ്റെ മണി അഫർമേഷൻ, ഞാൻ എന്നും മണി അഫർമേഷൻ എഴുതാറുണ്ട്. അതിൽ ഞാൻ ഒഴിവാക്കാത്തൊരു ഒരു സ്വിച്ച് വേർഡാണ്. കുറേ സ്വിച്ച് വേർഡുകളുണ്ട്, അതിലേറ്റവും പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ സ്വിച്ച് വേർഡുകൾ ഇപ്പം മണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ദിവസം ഒരുപാട് സ്വിച്ച് വേർഡ് ഉപയോഗിക്കാറില്ല, 2 or 3 ഉപയോഗിക്കാറുണ്ട്. ഇനി അതിന് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട, ഒരുപാട് സ്വിച്ച് വേർഡ് ഒരു ദിവസം ഉപയോഗിക്കുന്നില്ല, 2 or 3 സ്വിച്ച് വേർഡ്. പക്ഷേ അഫർമേഷൻസ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ ഉപയോഗിക്കുന്ന മണി അഫർമേഷൻസ് ഏതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ലെങ്തി ആയിപ്പോയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് ഷെയർ ചെയ്ത് തരാം.
ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 2 സ്വിച്ച് വേർഡുകൾ പറഞ്ഞു തരാമെന്ന്. മറ്റൊരു പവർഫുൾ ആയിട്ടൊരു സ്വിച്ച് വേർഡാണ്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ വെൽത്തിന്, സമ്പദ് സമൃദ്ധിക്കും സമ്പന്നതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കാനായിട്ടുള്ള സ്വിച്ച് വേർഡാണ്. വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടൊരു സ്വിച്ച് വേർഡാണ് ഫൈൻഡ് കൗണ്ട്. ഫൈൻഡ് കൗണ്ട്. ഇത് നിങ്ങളൊരു ചെറിയ പേപ്പർ എടുക്കുക, വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ പേരെഴുതുക, ഫൈൻഡ് കൗണ്ട് എന്ന് എഴുതുക. എൻ്റെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഈ പേപ്പറിനെ നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ, പില്ലോ കവറില്ല, അതിൻ്റെ അടിയിൽ നിങ്ങളുടെ തലയുടെ ബാക്ക് സൈഡിൽ വരുന്ന അതേ ആ രീതിയിൽ നിങ്ങളത് വയ്ക്കുക. 21 ഡേയ്സ് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ പേപ്പർ എടുത്തിട്ട് കളയണ്ട. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ബുക്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്കത് ഒട്ടിച്ച് വയ്ക്കുമോ എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി അതിനും ഒരു സംശയം തോന്നുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിലാകുമ്പോൾ എന്നും നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇത് വളരെ വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾ എഴുതി നോക്കൂ. അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. എല്ലാ ദിവസവും എഴുതിക്കോളൂ. ഈ പ്രാക്ടീസ് 21 ഡേയ്സ് കഴിയുമ്പോൾ ആ പേപ്പർ മാറ്റിക്കോളൂ. പക്ഷെ എന്നും നിങ്ങൾ അഫർമേഷൻ എഴുതുന്ന ബുക്കിൽ എന്നും ഈ 2 നേരത്തെ പറഞ്ഞ സ്വിച്ച് വേർഡും ഈ ഒരു അഫർമേഷനും ഈ 2 സ്വിച്ച് വേർഡുകളും നിങ്ങൾ എഴുതുന്നത് വളരെ നന്നായി. 2 3 സ്വിച്ച് വേർഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ഈ ഒരു സ്വിച്ച് വേർഡും കൂടി ഉൾപ്പെടുത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 21 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു സ്വിച്ച് വേർഡ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും എല്ലാ സ്വിച്ച് വേർഡും സക്സസ് ആകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പർ പറഞ്ഞുതരാം. മണിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി തന്നെയാണ്. മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. 520 താഴെ 741. മേലിൽ 520 എഴുതുക, താഴെ 741 എന്ന് എഴുതുക. ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ആ സ്വിച്ച് വേർഡ്, ആ ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാം. നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് അഫർമേഷൻ്റെ ബുക്കിൽ ഇത് നിങ്ങൾക്ക് എഴുതാം. ഇത് എഴുതുമ്പോൾ 520 താഴെ 741, വീണ്ടും കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ഇതൊക്കെ എഴുതുന്നതിന് മുൻപ് നിങ്ങളുടെ മൈൻഡ് വളരെ അബണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുടെ മനസ്സോടുകൂടി വേണം നിങ്ങൾ ഈ പ്രാക്ടീസ്. നിങ്ങൾക്ക് ഉണ്ട് എന്നൊരു ഭാവത്തോടു കൂടി, നിങ്ങൾക്ക് പണമുണ്ട് സമ്പത്തുണ്ട് എന്ന ഭാവത്തോടു കൂടി സന്തോഷമായിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് പറഞ്ഞാൽ നിങ്ങളുടെ ഇടത് കൈത്തണ്ടയിൽ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. പച്ച പെൻ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു കുഞ്ഞ് സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് 520 അതിൻ്റെ താഴെ 741 എന്ന് എഴുതി വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടത് ശരീരഭാഗത്ത് എവിടെ വേണമെങ്കിലും എഴുതാം. അപ്പം ഈ ഒരു നമ്പറിന് ഒരു എനർജി ഉണ്ട്. അതിൻ്റെ ഒരു പവർ കൊണ്ട് നമ്മളുടേക്ക് പണം വന്നു ചേരും. ഉറപ്പായിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും വിശ്വാസം, ആത്മാർത്ഥതയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക. വിശ്വാസത്തോടുകൂടി, ക്ഷമയോടുകൂടി പ്രാക്ടീസുകൾ ചെയ്തതിന് ശേഷം ഇത് രണ്ടും വേണം. വിശ്വാസവും വേണം, ക്ഷമയും വേണം കേട്ടോ. റിസൾട്ട് കിട്ടുന്നത് വരെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ 21 ഡേയ്സ് ചെയ്തിട്ട് നോക്കുക. എന്തായാലും റിസൾട്ട് കിട്ടും. പണം വളരെ എന്താണ് നമ്മുടെ എന്നത്തെയും ജീവിതത്തിന് പണം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അപ്പോൾ പണത്തെ ചൊല്ലി ഒരിക്കലും വിഷമിക്കരുത്. സാഹചര്യം വിഷമിപ്പിക്കുന്നതാണെങ്കിൽ കൂടെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഓക്കെ എനിക്ക് പണം വരുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്ര സന്തോഷവാനായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആ ഫ്രീക്വൻസിയെ പതിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ മുന്നോട്ട് പോകാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് സമ്പന്നരാകുമെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം സക്സസ് ആകണമെന്നില്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകണം. നമ്മൾ ജോബിന് ശ്രമിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആഗ്രഹം ശക്തമാണെങ്കിൽ നമ്മൾ യാന്ത്രികമായിട്ടൊരു ആക്ഷൻ എടുത്തു പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ. ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങളതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് വരട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ. ഈ പ്രാക്ടീസിലൂടെ എന്നല്ല, എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ചിന്തകൾ എപ്പോഴും ശുദ്ധമായിരിക്കുക, ജീവിതവും അതുപോലെ ശുദ്ധമായിരിക്കും, സന്തോഷകരമായിരിക്കും. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു.